കുന്നംകുളം പോലീസ് മർദ്ദനത്തിൽ ആരോപണ വിധേയരായ പോലീസുകാരെ പിരിച്ചുവിടാമെന്ന് നിയമോപദേശം. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് നിയമോപദേശം ലഭിച്ചത്. അതേസമയം ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ തൃശൂർ റേഞ്ച് ഡിഐജി ഉത്തരമേഖല ഡിഐജിയോട് ശുപാർശ ചെയ്തു. കോടതി നേരിട്ട് ക്രിമിനൽ കേസെടുത്ത സാഹചര്യത്തിലാണ് അച്ചടക്ക നടപടിക്ക് വീണ്ടും ശുപാർശ ചെയ്തതെന്ന് ഡിഐജി ഹരിശങ്കർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. 5 പോലീസുകാരെയും പിരിച്ചുവിടണമെന്ന് മർദ്ദനത്തിനിരയായ KV സുജിത്ത് പറഞ്ഞു. അതിൽ ഒട്ടും ഞങ്ങൾ സംതൃപ്തരല്ല. കാരണം സസ്പെൻഷൻ അല്ല നമ്മുടെ ആവശ്യം. അവരെ ഈ 4 പേര് കൂടാതെ ഡ്രൈവറായിരുന്ന ഷുഹൈർ എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥനുണ്ട്. ആളിപ്പോൾ മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് തുടരുകയാണ്. ഈ 5 പേരെയും സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം. പിന്നെ അവർക്കെതിരെ തക്കതായ നടപടി എടുത്തുകൊണ്ട് കേസിനെ വിധേയനാക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഒരു പൂർണ്ണമായും ഈ സർക്കാർ ഉദ്യോഗസ്ഥരിൽ തുടരാൻ യാതൊരുവിധ അർഹരല്ല. വിവരങ്ങളുമായി VS അനു ഉണ്ട്. അനു, ഇപ്പോൾ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാമെന്ന നിയമോപദേശത്തിലാണ് എത്തിയിട്ടുള്ളത്. പിരിച്ചുവിടണമെന്ന ആവശ്യം തന്നെയാണ് മർദ്ദനത്തിനിരയായ KV സുജിത്ത് അടക്കം ഉന്നയിക്കുന്നതും. പ്രതിഷേധവുമായി മുന്നോട്ട് പോകുകയാണ് കോൺഗ്രസ്. ഇനി എന്തൊക്കെ തുടർ നടപടികൾ പ്രതീക്ഷിക്കാം? വിശദാംശങ്ങൾ. കുളത്തെ നാടിനെ നടുക്കിയ അല്ലെങ്കിൽ അത്തരം ഒരു മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഈ പോലീസ് പീഡനത്തിൽ കടുത്ത നടപടികളിലേക്ക് സർക്കാരും പോലീസും കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇത് സംബന്ധിച്ച് എന്ത് നടപടി എടുക്കാമെന്ന് ചോദിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി DGP റവാഡ ചന്ദ്രശേഖർ ഒരു നിയമോപദേശം തേടിയിരുന്നു. ഈ നിയമോപദേശത്തിൽ നിലവിൽ ലഭിച്ചിരിക്കുന്നത് ഈ 4 പേരെയും കുറ്റക്കാരായ 4 ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് തന്നെ പറഞ്ഞുവിടാൻ വേണ്ടി കഴിയും, പിരിച്ചുവിടാൻ വേണ്ടി കഴിയും എന്ന ഒരു നിയമോപദേശമാണ് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കോടതി തന്നെ നേരിട്ട് ഈ കേസെടുത്ത സാഹചര്യത്തിൽ അത്തരം നടപടികൾക്ക് തന്നെയാണ് സാധ്യത. മാത്രമല്ല കടുത്ത നടപടികളിലേക്ക് പോകുമെന്ന് DGPയുടെ ഓഫീസ് അറിയിക്കുന്നുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നടന്നത് ഈ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശ തൃശൂർ റേഞ്ച് DIG R ഹരിശങ്കർ നൽകി എന്നുള്ളതാണ്. അദ്ദേഹം അതിൽ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് കോടതി നേരിട്ട് ഇപ്പോൾ കേസെടുത്ത ഒരു സാഹചര്യത്തിൽ ആ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർ ഈ സർവീസിൽ തന്നെ തുടരുന്നത് അത് സേനയ്ക്ക് ആകമാനം ഒരു തിരിച്ചടി ഉണ്ടാക്കും, അപമാനം ഉണ്ടാക്കും. അതുകൊണ്ട് കടുത്ത നടപടി ഉടൻ തന്നെ വേണം എന്നുള്ള ശുപാർശയും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അഖില. ശരി, VS അനുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.